5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. പരമ്പരാഗത രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്ന് വ്യത്യസ്തമായി സിനിമാ മേഖലയിലും അതുപോലെ തന്നെ പല സെലിബ്രിറ്റികളും ഒക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാറുണ്ട്. ഇപ്പോൾ ശശി തരൂർ ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് വന്നിട്ട് ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് രാഷ്ട്രീയത്തിൽ, അങ്ങനെ ഒത്തിരി ആളുകൾ രാഷ്ട്രീയത്തിൽ വരാറുണ്ട്. MK സാനുമാഷ് വന്നിട്ടുണ്ട്, സെബാസ്റ്റ്യൻ പോൾ വന്നിട്ടുണ്ട്, ഡോക്ടർ മനോജ് വന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ആളുകൾ വന്ന് പിന്നെ പഴയ കാലത്ത് നമ്മുടെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇതിൽ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മാഷ് വന്നിട്ടുണ്ട്, അങ്ങനെ വന്നിട്ടുണ്ട്. എന്നാൽ സിനിമാ നടന്മാരും വന്നിട്ടുണ്ട്. പിന്നെ തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ ജയലളിതയും MGRും വിജയും കമലഹാസനും അങ്ങനെയുള്ള സിനിമാ താരങ്ങൾ സജീവമായി അങ്ങ് ഡയറക്റ്റ് വരും. പക്ഷെ കേരളത്തിലും അപൂർവമായിട്ടെങ്കിലും വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി സിനിമാ രംഗത്ത് നിന്ന് വന്ന വ്യക്തിത്വമാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സിനിമാ രംഗത്ത് നിന്നാണ് വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം സിനിമാ രംഗത്ത് നിൽക്കുമ്പോൾ തന്നെ വലിയ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ആളാണ്. തൻ്റെ വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊടുക്കുന്ന ഒരാളാണ്. ആ തരത്തിൽ വലിയൊരു മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സിനിമാ ലോകത്തുള്ള ആളുകൾ തന്നെ പറയുന്നത് ശത്രുക്കളായാൽ പോലും അദ്ദേഹം വളരെ നല്ല രീതിയിൽ അത് കാര്യങ്ങളിൽ ഇടപെടും. അതുപോലെ രോഗങ്ങൾ വരുന്നവരോട് വലിയ സഹകരണം കാണിക്കും, സഹാനുഭൂതി കാണിക്കും, സഹായം ചെയ്യാറുണ്ട്. മിമിക്രിക്കാരുടെ കലാസംഘടനയുടെ ഒരു TV ഷോ പരിപാടിയിൽ ഇദ്ദേഹം മിമിക്രിക്കാരെ സഹായിക്കുന്നത് കേൾക്കുമ്പോൾ ശരിക്കും അങ്ങനെയൊക്കെ ചെയ്യുമോ ഒരു മനുഷ്യനെന്ന് ആലോചിച്ച് പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതെല്ലാം കഴിഞ്ഞാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. നമ്മൾ പലപ്പോഴും സിനിമയിലൊക്കെ കാണും, സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളും അല്ലെങ്കിൽ പല കഥാപാത്രം കാണുമ്പോൾ നമ്മൾ ആലോചിക്കും അവരൊക്കെ നാളെ ഇവിടെ വന്ന് മുഖ്യമന്ത്രി ആയെങ്കിൽ, മന്ത്രി ആയിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ അഴിമതി കുറയുമായിരുന്നു, കുറെ കൂടെ സത്യസന്ധമായ നല്ല ഭരണം നമുക്ക് ലഭിക്കുമായിരുന്നു എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവർ രാഷ്ട്രീയത്തിലോട്ട് വന്നു കഴിയുമ്പോൾ രാഷ്ട്രീയക്കാരും പത്രക്കാരും മീഡിയക്കാരും മാപ്രകളും എല്ലാവരും കൂടി ചേർന്ന് അങ്ങനെ വല്ലാതെ ഉപദ്രവിക്കുന്ന ഒരു രീതി കാണാറുണ്ട്. ഇപ്പോൾ തന്നെ സുരേഷ് ഗോപി കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പത്രക്കാരുമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്, മീഡിയക്കാരുമായി. ഒരു ജബൽപൂരിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ആണ് പ്രശ്നമുണ്ടാകുന്നത്. അപ്പൊ തലേ ദിവസം മറ്റു ചില കാര്യങ്ങൾ ചോദിച്ച് പ്രശ്നമായി. അങ്ങനെ പ്രശ്നമായാൽ പിന്നെ അദ്ദേഹത്തിന്റെ പുറകെ തന്നെ ഇങ്ങനെ ഓരോരുത്തരും കൊണ്ട് നടന്ന് അദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് പ്രകോപിപ്പിച്ച് അത് വാർത്തയാക്കി, പറയുന്നതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു പീസ് മാത്രം എടുത്തിട്ട് വാർത്തയാക്കി അധിക്ഷേപിക്കുന്ന രീതി വളരെ വ്യാപകമായി നമ്മൾ കാണുവരുന്നുണ്ട്. പറയുന്നത് സമ്പൂർണ്ണമായി പ്രക്ഷേപണം ചെയ്യാറില്ല. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു വാക്കെടുത്ത് മാത്രം അടർത്തി മാറ്റി നമ്മൾ തീർച്ചയായിട്ടും ആ ആളിനെ അധിക്ഷേപിക്കുന്ന രീതി കാണാറുണ്ട്. സ്വാഭാവികമായിട്ട് അവരെ വീണ്ടും കാണുമ്പോൾ പത്രക്കാരോട് ദേഷ്യം കാണിക്കും. വീണ ജോർജ്, എത്ര ആളുകൾ നമ്മൾ കാണുന്നു. ഇപ്പൊ നമ്മുടെ പിണറായി വിജയൻ തന്നെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പത്രക്കാരുമായിട്ട് ഒരു ലോക്യവുമില്ലല്ലോ. കാരണം എന്താണ്? വളരെ നിരന്തരം വേട്ടയാടുന്നു, നിരന്തരം അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ചും പല രൂപത്തിൽ പ്രകോപിപ്പിക്കുന്നത് കൊണ്ടാണ്. ഇതൊരു വല്ലാത്തൊരു മാധ്യമ രീതിയാണ്. ഞാൻ മാധ്യമ രീതിയെ കുറ്റം പറയാനല്ല ഈ വീഡിയോ ചെയ്യുന്നത്. സുരേഷ് ഗോപിയെ കൂടുതൽ അറിയുക എന്നുള്ളതാണ്. അദ്ദേഹം ഒരു പ്രാവശ്യം തൃശ്ശൂരിൽ നിന്ന് തോറ്റുപോയി. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? അവിടെ നിന്ന് ഓരോ പ്രശ്നങ്ങൾ, കാൽനട ജാഥ നടത്തി, അവിടെ സമര പരിപാടികൾ നടത്തി, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു. അവിടെ തന്നെ ഉണ്ടായിരുന്നു. കൃത്യമായ ഒരു സിനിമാ നടനിൽ നിന്ന് മാറി ഒരു രാഷ്ട്രീയത്തിന്റെ എല്ലാ ചേരുവകളുമുള്ള ഒരു രാഷ്ട്രീയക്കാരനായി തന്നെയാണ് സുരേഷ് ഗോപി പാർലമെന്റിലേക്ക് ജയിക്കുന്നത്. അദ്ദേഹത്തെ രാജ്യസഭയിൽ വന്നിട്ടുള്ള ബ്രിട്ടാസ് കളിയാക്കുകയാണ്. രാജ്യസഭയിൽ വരാൻ കഴിയുമല്ലോ, നമുക്കറിയാമല്ലോ. ജോൺ ബ്രിട്ടാസിനെ പോലുള്ള ആളുകൾക്ക് രാജ്യസഭയിൽ എത്തിയത് എങ്ങനെയെന്നും എല്ലാവർക്കും അറിയാം. പക്ഷെ അങ്ങനെയുള്ള ബ്രിട്ടാസിന് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ ക്ഷണിതാവായിരിക്കുന്നു. അതൊക്കെ വലിയ വളർച്ചയാണ്. എല്ലാവർക്കും, സാധാരണ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതൊക്കെ മനസ്സിലാകും. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോഴാണ് സുരേഷ് ഗോപിയെ പോലുള്ള ആളുകൾ വളരെ കൃത്യമായി അവിടെ വന്ന് ജോലി ചെയ്ത്, ഫീൽഡിൽ ഇറങ്ങി പണി ചെയ്ത്, തോറ്റിട്ടും ആ മണ്ഡലം വിട്ടുപോകാതെ അവിടെ നിന്ന് ജോലി ചെയ്ത് ഓരോ കാര്യങ്ങളിലും ഇടപെട്ട് എല്ലായിടത്തും ഓടിയെത്തി അങ്ങനെയാണ് ജയിച്ചു വന്നത്. അപ്പം അദ്ദേഹത്തിനെ പോലുള്ള ഒരാളിൻ്റെ സേവനം നമ്മൾ കൂടുതൽ പ്രയോജനപ്പെടുത്തുകയല്ലേ ചെയ്യേണ്ടത്? അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പരമാവധി പ്രൊമോട്ട് ചെയ്ത് ബാക്കിയുള്ള നടന്മാരും മറ്റുള്ളവരും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരികയല്ലേ ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ യാതൊരു അഴിമതിയുമില്ലാത്ത സത്യസന്ധമായി സംസ്ഥാനത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും പ്രവർത്തിക്കാൻ കഴിയുന്ന നല്ല കഴിവുള്ളൊരു മനുഷ്യനല്ലേ അദ്ദേഹം. ആ മനുഷ്യനെ നമ്മൾ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്. ഇവിടെ സംഘിയാണ്, കൊങ്കിയാണ്, സുഡാപ്പിയാണ്, വർഗീയതയാണെന്നൊക്കെ പറഞ്ഞ് മന്ത്രിയല്ലേ അദ്ദേഹം. എന്തായാലും കേന്ദ്ര പാർലമെന്റിന്റെ ഭരണഘടന അനുസരിച്ച് മത്സരിച്ച് ലോക്സഭയിൽ മത്സരിച്ച് 75,000-ലധികം വോട്ടുകൾക്ക് ജയിച്ചൊരു MP ആണല്ലോ, ജനപ്രതിനിധിയാണല്ലോ. അതിനെ ബഹുമാനിക്കണ്ടേ? മിനിമം ബഹുമാനം നമ്മൾ കൊടുക്കണ്ടേ? അത് കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കണ്ടേ? അപ്പോൾ കൃത്യമായി പത്രക്കാര് ചെറിയ അകലവും കാണിക്കണം, ചെറിയ ഗ്യാപ്പ് കാണിക്കണം. ഒരാളിനോട് തലേ ദിവസം ഒരു കാര്യം ചോദിച്ചാൽ അദ്ദേഹം വളരെ പ്രൊവോക്കിംഗ് ആയിട്ടാണ് പിരിഞ്ഞതെങ്കിൽ അടുത്ത നിമിഷം അദ്ദേഹം അവിടെ നിന്ന് ഡൽഹിയിൽ എത്തുന്ന മുമ്പേ ചോദിച്ച് അങ്ങനെ ചൂടാറുന്നുമ്പോ ഇവിടെ പ്രസവിക്കാനൊന്നും നിൽക്കുന്നില്ലല്ലോ. ആരും പ്രസവിക്കാൻ കിടക്കുകയാണോ? IC യൂണിറ്റ് കിടക്കുകയാണോ? ഇപ്പോൾ സുരേഷ് ഗോപി എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഉടനെ തന്നെ ഹാർട്ട് അറ്റാക്ക് IC യൂണിറ്റിൽ ആരും കിടക്കുകയാണോ? അങ്ങനെയൊന്നും ഇല്ലല്ലോ. പത്രപ്രവർത്തകരും ഇത് മനസ്സിലാക്കുകയാണ്, മാധ്യമപ്രവർത്തകരും. അദ്ദേഹവും പച്ചയായ മനുഷ്യനാണ്. അദ്ദേഹത്തെ നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിടുമോ? എല്ലാ മനുഷ്യരും ഇങ്ങനെ തന്നെയാണ്. അവരവർക്ക് നേരെ വരുമ്പോൾ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ കൊള്ളാം, സ്വന്തം അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ
അത്ര സുഖമൊന്നുള്ള കാര്യമല്ല. എന്നോട് എൻ്റെ ഗുരുവിനെ പോലെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പലപ്പോഴും പറയാം, തുള്ളിക്കാൻ പഠിച്ചാൽ അമ്മയെ തുള്ളിക്കരുത്. നമുക്ക് മറ്റുള്ളവരെ തുള്ളിക്കാനുള്ള ഒരു കഴിവ് കിട്ടിക്കഴിഞ്ഞാൽ അമ്മയെ കയറി തുള്ളിക്കരുത് എന്ന് പറയാറുണ്ട്. മാധ്യമപ്രവർത്തകർ വളരെ ചെറിയ ആളുകളൊക്കെ, ചെറിയ പുതിയ തലമുറയിൽപ്പെട്ട ന്യൂജൻ കുട്ടികളൊക്കെ ഈ മൈക്കുമായിട്ടൊക്കെ ചെന്നിട്ട് അങ്ങ് ബഹളമുണ്ടാക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? വളരെ പ്രൊവോക്ക് ചെയ്യുന്ന ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും സംയമനത്തോട് കൂടിയിട്ടുള്ള ഒരു രീതി മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അതുപോലെ സുരേഷ് ഗോപി ശ്രദ്ധിക്കേണ്ടത്, അദ്ദേഹം തീർച്ചയായും മന്ത്രി എന്നുള്ള പദവിയിൽ നിർത്തി രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളതിന് പ്രതികരിക്കുക, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് അതേ ശൈലി ഒന്ന് നോക്കുക. അതിൽ കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ വളരെ കൂളായി നിന്ന് മറുപടി പറയുന്ന ജോർജ് കുര്യൻ സാറിനെ നമ്മൾ കണ്ട് മനസ്സിലാക്കണം. വളരെ കൂളായി നിന്നാട്ട് അദ്ദേഹം പറയേണ്ടത് പറയുന്നു, കൊള്ളിക്കേണ്ടത് കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ വികാര വിക്ഷോഭത്തോടു കൂടിയിട്ടുള്ള പ്രകടനങ്ങളും അതുപോലെ തന്നെ ആംഗ്യഭാഷയും ബോഡി ലാംഗ്വേജും ഒക്കെ ഒഴിവാക്കി കുറെ കൂടി പക്വതയോടുകൂടി പത്രക്കാരെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ സുരേഷ് ഗോപി സാർ മാറേണ്ടത്. ജനങ്ങൾ തന്നെയാണ് അവസാനത്തെ വാക്ക്. പക്ഷെ പത്രങ്ങൾക്ക് പത്രങ്ങളുടേതായ ധർമ്മമുണ്ട്, മീഡിയകൾക്ക് മീഡിയകളുടെ റോളുണ്ട്. ഇവിടെ ഫോർത്ത് എസ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ മീഡിയകൾക്ക് കാര്യങ്ങൾ ശരിയായ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നത് പോലെ തന്നെ സമൂഹത്തെ കറക്റ്റ് ചെയ്യിക്കുന്നതിലും തെറ്റായ കാര്യങ്ങൾ എത്തിക്കുന്നതിലും ഒക്കെ നല്ല പങ്ക് മാധ്യമങ്ങൾക്കുണ്ട് എന്നുള്ളത് രാഷ്ട്രീയക്കാരും സുരേഷ് ഗോപിയും ഒക്കെ തിരിച്ചറിയണം. അപ്പോൾ ഇതൊരു ബാലൻസിങ്ങിൻ്റെ പ്രശ്നമാണ്. എന്ന് വിചാരിച്ചാൽ ആരും സുഖിപ്പിക്കലല്ല. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, പക്ഷെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്ന ആളിൻ്റെ മാനസികാവസ്ഥയും സമയവും സാഹചര്യവും എല്ലാം പ്രധാനമാണ്. ആ നിലയിൽ കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനം ആലോചിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത്, സുരേഷ് ഗോപിയെ പോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നന്നായി ചെയ്യുന്ന, മനുഷ്യൻ്റെ വിശപ്പറിയാവുന്ന, മറ്റുള്ളവൻ്റെ ദുഃഖം അറിയാവുന്ന, കഷ്ടപ്പെടുന്നവൻ്റെ നിരാലംബരായ നിരാശരായ സ്ത്രീകളുടെയും കുട്ടികളുടെയും എല്ലാവരുടെയും വിഷയങ്ങൾ അറിയുന്ന വിഷയങ്ങളിൽ സത്യസന്ധമായി ഇടപെടുന്ന വിഷയങ്ങളിൽ നിരന്തരം അതിൻ്റെ പുറകെ പോയി അതിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വലിയൊരു മനുഷ്യസ്നേഹിയും വലിയൊരു കാരുണ്യ പ്രവർത്തകനും വലിയൊരു രാഷ്ട്രീയക്കാരനുമാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തെ വളരെ പക്വതയുള്ള ഒരു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ മാറ്റിയെടുത്ത് കൊണ്ടുവരേണ്ട, അതിന് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ചുമതല കൂടി സമൂഹം എന്നുള്ള നിലയിൽ നമുക്കില്ലേ? അപ്പോഴാണ് കൂടുതൽ വളരെ ക്രിയാത്മകമായ ആളുകൾ ഉയർന്നു വരുന്നത് രാഷ്ട്രീയത്തിലേക്ക്. ഒരു സുരേഷ് ഗോപി എന്ന് വന്നെങ്കിൽ നാളെ ഒരുപാട് ആളുകൾ വരാനുണ്ട്. അങ്ങനെ വരുന്നവർ അവർ സമ്പാദിക്കുന്ന തുകയുടെ കുറേ ഭാഗമെങ്കിലും അവർ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കാൻ അവർക്കൊരു മനസ്സുണ്ടാകണം. അതിനെല്ലാം റോൾ മോഡലാകേണ്ടുന്ന ഒരു വ്യക്തിത്വത്തെയാണ് നാം പലപ്പോഴും ഇങ്ങനെ ആവശ്യത്തിനും അനാവശ്യത്തിനും വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നതെന്ന് തിരിച്ചറിയണം.